ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊറിയ വൈറലായിരിക്കുന്ന ചിയാ സീഡിൻ്റെ മാസ്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൊണ്ടവേന ആയതുകൊണ്ട് ഞാൻ ചുക്ക് കാപ്പി ഇപ്പോൾ കുടിക്കുകയാണ്. കാരണം അത്യാവശ്യം തൊണ്ടവേന വന്നു, എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് നല്ലപ്പോൾ സ്ക്രബ് ചെയ്ത് കളയണം. കാരണം ഒരു അണുക്കൾ മീൻസ് വേസ്റ്റ് ഒന്നും ഫേസും ഇരിക്കാൻ പാടില്ല, എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് കൂടി അരിപ്പൊടിയും അതുപോലെ തന്നെ മിൽക്കും മിക്സ് ചെയ്തിട്ട് ഉള്ള സാധനം ഞാൻ ഫേസുമ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്യണം. നാച്ചുറൽ മെത്തേഡാണ് ഫേസിലത്തെ എല്ലാ ഡേർട്സും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് മെത്തേഡ്. പോഴ്സൊക്കെ നല്ലതുപോലെ ക്ലീൻ ആവുകയും അതുപോലെ തന്നെ സ്മൂത്ത് സ്കിൻ തരാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുള്ളാണ്. ഇത് ഡെയിലി ആയിട്ടൊന്നും ഓയിൽ സ്കിൻ യൂസ് ചെയ്യരുത്. കാരണം ഇത് പെട്ടെന്ന് നല്ലൊരു മാസ്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒരിക്കലും ഡേർട്ട് ആവാൻ പാടാത്ത കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഫേസ് വാഷ് യൂസ് ചെയ്യാം, ക്ലെൻസർ യൂസ് ചെയ്യാം, സ്ക്രബ്ബർ യൂസ് ചെയ്യാം. സ്ക്രബ്ബർ ആണെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നാച്ചുറൽ മെത്തേഡാണ്. 10-15 മിനിറ്റ് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഞാൻ ഫേസ് ക്ലീൻ ചെയ്ത് വിട്ടാൽ ഗൈസ്. അപ്പോൾ ഇതാണ് ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലതുപോലെ ക്ലീൻ ആവുകയും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് ആ മാസ്ക് അപ്ലൈ ചെയ്യാം. ചിയാ സീഡും മിൽക്കും 5 മിനിറ്റ് കുതിർത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചിട്ട് കിട്ടുന്ന പോർഷനാണ് ഇങ്ങനത്തെ പറയുന്നത്. അപ്പോൾ ഈ പോർഷൻ കുറച്ച് അപ്ലൈ ചെയ്യണം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചിയാ സീഡിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടെക്സ്ചർ മാറിക്കൊണ്ടിരിക്കുക. ചിയാ സീഡ് ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈമി ടെക്സ്ചർ കിട്ടുന്നു. ഇത് കുറച്ച് പാല് കൂട്ടിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നല്ലതുപോലെ ഗുയു പോലെ ഇരിക്കും. കാരണം അതങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ലതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത് ഫിനിഷിങ് പേസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യില്ല. നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇതാണെങ്കിൽ കുറേ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്താലോ വിചാരിച്ചു. അപ്പോൾ ഇന്നലെയാണ് ചിയാസിൻ്റെ സാധനം വാങ്ങിയത്. അപ്പോൾ ഞാൻ വെച്ച് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്താണ്. ശരിക്കും പോലെ നല്ലൊരു എന്ന് വെച്ചാൽ ക്രേസി ആയിരിക്കുന്ന സ്കിൻ കെയർ എന്നും പറയില്ല, അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. നല്ല ഗുയി ഫീലിങ്ങുള്ളത് തോന്നുന്നത്. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഫണ്ണും കൂടിയാണ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമ്മൾ വെക്കണം. 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്ക്രബെല്ലാം ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ട് നല്ലപോലെ മോയ്സ്ചറായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നെസ്സും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. കാരണം നിങ്ങൾ എന്ത് ചെയ്യണ്ടെങ്കിലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. സ്കിൻ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ സ്കിന്നിനും ഒരുപാട് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് കൂടി നിങ്ങൾ എന്ത് ഫേസ് മാസ്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആഫ്റ്റർ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പക്ഷേ ബാൻഡൊക്കെ അയച്ചു വിട്ടാൽ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അതിനുശേഷം ഞാൻ 1 അവർ കഴിഞ്ഞിട്ടുള്ള ലുക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് 1 അവർ ലുക്ക്. നല്ല ഗ്ലോ തോന്നിയിട്ടുണ്ട്. ഇതാണ് സ്മോൾ ടാറ്റ ബൈ ബൈ, സീ യു.